ഹലോ ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ 5:30 പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് രാവിലെ എഴുന്നേറ്റ് തന്നെ നമ്മൾ നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് 5:30 പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഉടൻ തന്നെ പോയി കിടന്ന് ഉറങ്ങി. ധൃതി നല്ല ഉറക്കം. അപ്പോൾ ഞാനും കൂടെ പോയി കിടന്ന് ഉറങ്ങി. ഒരു 10-15 മിനിറ്റ് കിടന്നിട്ട് എഴുന്നേക്കാമെന്ന് വിചാരിച്ചു. കറക്റ്റ് 6:30 ആയപ്പോൾ 6:30 അല്ല 6 മണിയായപ്പോൾ എഴുന്നേറ്റു. അത് കഴിഞ്ഞ് നേരെ അടുക്കളയിലേക്ക് പോയി. അപ്പോൾ കണ്ണാടിയിലൊക്കെ ഒന്ന് നോക്കി അതിങ്ങനെ അടുക്കളയിൽ പോയി. അപ്പം 5:30 എഴുന്നേറ്റപ്പോൾ ധൃതി അരി അടുപ്പത്തിട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ സെറ്റായി. ചോറൊക്കെ ഉണ്ടാക്കി. കറി ഉണ്ടാക്കിയിട്ടില്ല, ചോറുണ്ടാക്കി. അവൻ കുക്കർ കഴുകി വെച്ചിട്ടാണ് വന്ന് കിടന്നത്. പിന്നെ എനിക്ക് രാവിലെ കഴിക്കാനുള്ള പഴക്കഞ്ഞി സെറ്റായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവൻ പിന്നെ നോമ്പ് നോക്കണ കാരണം ഇവന് പഴക്കഞ്ഞിയൊന്നും കുടിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ചോറ് കളയാതിരിക്കാൻ വേണ്ടി ഞാനാണ് കഴിച്ച്. പിന്നെ മുതിര ഇന്നത്തേക്ക് വേണ്ടി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ. പിന്നെ ചായക്ക് ഞങ്ങൾ വെള്ളം വെച്ചു. മുതിരയ്ക്ക് വേണ്ടിയിട്ടുള്ള ഓരോന്ന് അരിയിലും വറുക്കലും ഒക്കെ ആയി. പിന്നെ ഞാൻ മുതിര നന്നായി വെള്ളത്തിലിട്ട് വെച്ചിട്ട് നമ്മൾ 2-3 തവണ നന്നായി ഒന്ന് കഴുകണം. എല്ലാവർക്കും അറിയാം, എന്നാലും കഴുകി പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. ഒത്തിരി രാത്രി എല്ലാ പാത്രം കഴുകി വെക്കുന്നുണ്ട്. രാവിലെ അങ്ങനെ ഒത്തിരി ഒന്നും കഴുകാനൊന്നുമില്ല. ആകെ തന്നെ ഒരു സ്പൂണോ എങ്ങാണ്ട് മാത്രമേ കഴുകാനുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് മുതിരെല്ലാം കഴുകി. ഞങ്ങൾ കുടിവെള്ളം ഇതിന്നാട്ട് എടുക്കുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ സവോളൊക്കെ നന്നാക്കി പറക്കി. സവോള എളുപ്പത്തിന് അരിയാൻ വേണ്ടി ഞാൻ 2 ഒന്നിച്ച് വെച്ചിട്ട് ഞാൻ അരിയുക ചെയ്തത്. പിന്നെ കഴുകുകയൊക്കെ ചെയ്യും കേട്ടോ. ഇപ്പം എല്ലാം അങ്ങ് കാണിക്കാൻ പറ്റില്ലെങ്കിൽ നമ്മൾ അത്യാവശ്യമെല്ലാം ഞാൻ കാണിക്കുന്നുണ്ട്. പിന്നെ ഫുള്ള് എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല, എന്നാൽ പോലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അവിടെ ഇവിടെ ഫോണൊക്കെ ചാരി വെച്ച് ഒരു തവണ ഫോൺ താഴെ വീണു. പിന്നെ ചായ അതിൻ്റെ ഇടയ്ക്ക് തിളച്ച് കട്ടനാട്ടുണ്ടാക്കി. പിന്നെ പാൽ ചായ അങ്ങനെ ഞാൻ കുടിക്കാറില്ല. ധൃതി പാൽ ചായ കുടിക്കും, പക്ഷെ ഞാൻ അങ്ങനെ പാൽ ചായ കുടിക്കാറില്ല. രാവിലെ ഇപ്പോൾ ഇവിടെ കട്ടനിടും. ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ കട്ടൻ കാപ്പി ഉണ്ടാക്കി കുടിക്കും. ഇവിടെ ഒരു കേരള സ്റ്റോറുള്ളതുകൊണ്ട് അവിടെ പോയി ഞങ്ങൾ നാട്ടിലെ സാധനങ്ങളെല്ലാം മേടിക്കും. അപ്പോൾ കാപ്പി മേടിക്കണമായിരുന്നു. പിന്നെ മുതിര ഞാൻ ജസ്റ്റ് വെള്ളത്തിലിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി മുളക് പൊടിയും ഇച്ചിരി ഗരം മസാല ഇട്ടിട്ടാണ് ഞാൻ ഇച്ചിരി മല്ലിപ്പൊടി ഇട്ടു. എന്നിട്ടാണ് ഞാൻ വിസിലടുപ്പിക്കും. മുതിര ആദ്യമായിട്ട് വെക്കണം, കാരണം എത്ര വിസിൽ വേണമെന്ന് എനിക്കറിയില്ലായിരുന്നു. പിന്നെ ഞാൻ ധൃതിയോട് ചോദിച്ചു. ധൃതി 5-6 വിസിലടിച്ചോട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് 5-6 വിസിലൊക്കെ അടുപ്പിച്ചു. അത് കഴിഞ്ഞ് അടുക്കളയിലെ പണി എനിക്ക് പല്ല് തേച്ച് കഴിഞ്ഞാൽ ഉടൻ തന്നെ എനിക്ക് വിശക്കും. അപ്പം ഞാൻ വെച്ചാൽ ആദ്യം ഫുഡ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പല്ല് തേക്കുകയുള്ളൂ. അത് കഴിഞ്ഞ് പല്ല് തേച്ച് എനിക്ക് ചായ കുടിക്കണം. പിന്നെ ഞാൻ അവിടെ ഫോൺ വെച്ചിട്ട് ഒരു തവണ പറഞ്ഞു, ഇവിടെ ഫോൺ വെച്ചിട്ട് ഒരു തവണ പറഞ്ഞു. സ്റ്റാൻഡ് ഇല്ലാത്തതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് അഡ്ജസ്റ്റ് ചെയ്താണ് വെക്കുന്നത്. പിന്നെ ഫേസ് വാഷ് ഇട്ട് മുഖമൊക്കെ കഴുകി. ഞാൻ സാധാരണ ഇങ്ങനെ പല്ല് തേക്കുന്ന വീഡിയോസൊന്നും ഞാൻ അങ്ങനെ എടുക്കാറില്ല, കാരണം പിന്നെ ഞങ്ങൾക്കിപ്പോൾ എല്ലാവരും ഇടുന്നുണ്ട്. പിന്നെന്താ കുഴപ്പമൊന്നും ഞാൻ വിചാരിച്ച് ഞാനും അങ്ങനെ ചെയ്തതാണ്. ഡേ മൈ ലൈഫ് എന്ന് പറയുമ്പോൾ എല്ലാം വേണമല്ലോ. അത് കഴിഞ്ഞ് ഞാൻ പല്ലേക്ക് വെച്ചു. മുടി പിന്നെ കുട്ടി ഉണ്ടായി കഴിഞ്ഞ് ചെറുക്കനുണ്ടായി കഴിഞ്ഞിട്ട് അവൻ പാലൊക്കെ നന്നായി കുടിക്കുന്ന സമയമായി തുടങ്ങിയപ്പോൾ മുടി നന്നായി ഊരി പോകാൻ തുടങ്ങി. അതുവരെ മുടിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോൾ കുറച്ചൊക്കെ നന്നായി വളർന്ന് വരുന്നുണ്ട്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അമ്മേന് നല്ല മഞ്ഞുണ്ട്. നല്ല മഞ്ഞ. ധൃതി എപ്പോഴുന്നേക്കാനാ? 7:10. ഇത് നല്ല മഞ്ഞുണ്ട്, നല്ല മഞ്ഞ്. മുതിരയ്ക്ക് എത്ര വിസിൽ വേണൂടാ?
5-6 വിസിലായി കേസ്. 5-6 വിസിലൊക്കെ അടിച്ചു. അതൊക്കെയാണ് ഞാൻ അതിലേക്ക് കടുക് പൊട്ടിച്ചിടാൻ വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ചു, കടുക് ഇട്ടു. അത് കഴിഞ്ഞ് ഞാൻ എന്താണ് അതിലേക്ക് ഇട്ട് വരുന്നില്ലല്ലോ, കടുക് എല്ലാം പൊട്ടി കഴിഞ്ഞ് അത് ഞാൻ വെളുത്തുള്ളി ഇട്ടു. വെളുത്തുള്ളി ശരിക്കും അങ്ങ് മൂത്ത് പോയിട്ട് ഞാൻ അടുത്ത സാധനം എടുത്തപ്പോൾ വെളുത്തുള്ളി അങ്ങ് ശരിക്കും മൂത്ത് പോയി. പിന്നെ അതിലേക്ക് പിന്നെ ഞാൻ കറിവേപ്പില ഇട്ടു. ഞാൻ അത് കഴിഞ്ഞിട്ടാണ് കുറച്ച് മുളക് പൊടിയും, അതിന് ശരിക്കും ഒരു കളറില്ലാത്തതുകൊണ്ട് ഞാൻ ഇച്ചിരി മുളക് പൊടിയും മല്ലിപ്പൊടിയും പിന്നെ ഞാൻ മീറ്റ് മസാലയും കുറച്ച് ഇട്ട്. മീറ്റ് മസാല ആദ്യം ഞാൻ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ മീറ്റ് മസാല ഇട്ട് ഞാൻ കടുക് വറുത്തിട്ടു. ഇപ്പോൾ അത് കഴിയുമ്പോൾ അത് വറുത്തിട്ടപ്പം ഒരു ഇച്ചിരി കളറൊക്കെ വന്നു. അത് കഴിഞ്ഞ് അത് നന്നായി ഒന്ന് തിളപ്പിക്കാൻ വെച്ചു. ജസ്റ്റ് ഒന്ന് കുറുകണമല്ലോ, അതിന് വേണ്ടി വെച്ചു. പിന്നെ ഞാൻ പല്ലൊക്കെ തേച്ചെല്ലാം കഴിഞ്ഞതുകൊണ്ട് എനിക്ക് ചായ കുടിക്കണമായിരുന്നു. ചായ കുടിച്ചിട്ട് എന്തോ പോലെ, ഒന്നാമത് ഭയങ്കര തണുപ്പും. അപ്പോൾ ചായയും കുടിച്ച് ഞാൻ ചായ കുടിച്ചപ്പോൾ ഭയങ്കര ഒരു സുഖമായിരുന്നു കേട്ടോ, മനസ്സിനൊക്കെ സുഖം. ഈ തണുപ്പത്ത് മറ്റേ കട്ട ചായ കുടിക്കാൻ പറഞ്ഞൊരു സുഖം വേറെയാണല്ലോ. അപ്പോൾ അതിന് കുറച്ച് ഇപ്പോൾ കറിയൊക്കെ ഓഫ് ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ ചായയൊക്കെ എടുത്തുകൊണ്ട് ഞാൻ റൂമിൽ പോയി. എൻ്റെ ധൃതിയുടെ മുടി ഊരിപ്പോ നോക്കിയേ. ധൃതി, നീ വീഡിയോയിൽ കാണണേ മുടി. ഇങ്ങോട്ട് തിരിഞ്ഞേ, എഴുന്നേക്ക്. എന്നിട്ട് സുന്ദരനെ നീ എഴുന്നേക്ക്, ഇങ്ങോട്ട് തിരിഞ്ഞേ. ഓ എൻ്റെ കുട്ടി ഒറ്റ പാദസര ഇവിടെ വന്നിട്ട് മേടിച്ചേട്ടോ. അതിരിച്ച് എഴുന്നേക്ക് ത്രിജി. സമയം എത്രയാന്ന് വെച്ചാൽ 8 മണിക്ക് ഓർക്കണ്ട കേട്ടോ. 7:30യോ? ശരി, എന്നാൽ ഞാൻ എൻ്റെ പരിപാടി നോക്കട്ടെ. അത് കഴിഞ്ഞ് പോകാനുള്ള ഇച്ചിരി മേക്കപ്പൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചായയും കുടിക്കും, മേക്കപ്പ് ചെയ്യും, ചായ കുടിക്കും, മേക്കപ്പ് ചെയ്യും. എന്നുവെച്ചാൽ പോകുമ്പോൾ ഇച്ചിരി വൃത്തിമേനയൊക്കെ ഉണ്ടാവണമല്ലോ. പിന്നെ വലിയ മേക്കപ്പൊന്നുമല്ല, കുറച്ച് പുട്ടിടിക്കണു, പിന്നെ എന്നിട്ട് ഐ ഷാഡോ വെക്കുന്നു, ലിപ്സ്റ്റിക്കിന് കണ്ണെഴുതുന്നു, നിസ്കാരം, ഇത്രേ ഉള്ളൂ. അല്ലാതെ വേറെ ഒന്നും അങ്ങനെ അധികം തൂക്കുന്നില്ല, അത്രയൊക്കെ ചെയ്യുന്നുള്ളൂ. പിന്നെ ധൃജി അതിൻ്റെ ഇടയ്ക്ക് എഴുന്നേറ്റു. അവൻ പല്ലിക്കാനും മെഴുകാനൊക്കെ അങ്ങ് പോയി. അത് കഴിഞ്ഞാൽ അവൻ വരുമ്പോഴത്തേനും അവൻ ഡ്രസ്സ് പറയും. പിന്നെ അവന് ഇന്ന് 8 മണിക്ക് രാവിലെ വർക്കുണ്ട്. അപ്പോൾ അത് കാരണം അവന് നേരത്തെ പോകണം. 2 പേർക്കും 8 മണിയാകുമ്പോൾ പോകണം. പിന്നെ അവന് രാവിലെ വർക്കുള്ളതുകൊണ്ട് അവൻ ഇച്ചിരി നേരത്തെ പോയി. ഞാൻ ജസ്റ്റ് എല്ലാം കഴിഞ്ഞ് വന്നേക്കാമെന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ പതുക്കെ ഇരുന്ന് മുടിയേരി കെട്ടണമൊക്കെ ഉണ്ടല്ലോ. അപ്പം ഞാനിങ്ങനെ ഇതൊക്കെ ചെയ്തിരുന്നു. എൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഇത് എഴുതിയപ്പോഴാണെങ്കിൽ ഇച്ചിരി അവിടെ കൂടിയും പോയി. പിന്നെ കൈ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെയൊന്നും നേരത്തെ ചെയ്യാറുണ്ടായിരുന്നില്ല. ഇതൊക്കെ ഇപ്പോൾ ഇവിടെയൊക്കെ വന്നപ്പോൾ ഇങ്ങനെ തുടങ്ങിയാണ്. ലിപ് ലെയറൊക്കെ ഇടാന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് തുടങ്ങിയതാണ്. പിന്നെ നേരത്തെ കയ്യിലുണ്ടായിരുന്ന ലിപ്സ്റ്റിക്ക് അത്ര ഇതില്ലായിരുന്നു. ഇപ്പോഴത്തെ ലിപ്സ്റ്റിക്ക് നല്ല ലിപ്സ്റ്റിക്കാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ ഐലൈനറൊക്കെ എഴുതിയ കണ്ണാടി പോയി നോക്കി എഴുതണമല്ലോ. അപ്പോൾ തന്നെ ത്രിജി എല്ലാ പരിപാടിയും കഴിഞ്ഞ് വന്ന് എഴുന്നേറ്റ് പോവാനായിട്ട് തുടങ്ങുകയാണ്. അപ്പം തണുപ്പുള്ളതുകൊണ്ട് ത്രിജി പുതിയ സെക്ടറൊക്കെ എടുത്തിട്ട് ജാക്കറ്റൊക്കെ ഇട്ട് സുന്ദരനായി. അതിൻ്റെ ഇടയ്ക്ക് അവൻ ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരുന്നു. പിന്നെ പുള്ളി ചോറുണ്ണാനായിട്ട് തുടങ്ങുകയാണ്. രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഉപ്പുമാവ് ദോശയൊക്കെ ഉണ്ടാക്കിയായിരുന്നു. ഇപ്പോൾ തണുപ്പായതുകൊണ്ട് ഇപ്പം ശരിക്കും പുളിച്ച് പൊന്തില്ലല്ലോ. അപ്പോൾ അത് കാരണം അങ്ങനെ ദോശയൊന്നും ഉണ്ടാക്കുന്നില്ല. ഇപ്പം ഇനി ഫുഡ് എലമെൻസിൻ്റെ പൈസ കിട്ടിയിട്ട് വേണം കുറച്ച് സാധനങ്ങൾ അങ്ങനത്തെ മേടിച്ച് വയ്ക്കും. പിന്നെ രാവിലെ അങ്ങനത്തെ സാധനങ്ങൾ കഴിച്ച് അങ്ങനെ എനിക്ക് ശീലമില്ല. ഞാൻ ചോറാണ് കഴിക്കുന്നത്, അങ്ങനെ ആ ശീലമില്ല. പിന്നെ ത്രിജി എന്താണെന്ന് വെച്ചാൽ രാവിലെ ചോറുണ്ട്. അവനും കുഴപ്പമില്ല. ഇപ്പം എൻ്റെ കൂടി അവന് രാവിലെ ചോറുണ്ണാൻ തുടങ്ങി. അവൻ രാവിലെ ചോറുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ത്രിജി മൊബൈൽ നോക്കും.
ഇതെൻ്റെ പുതിയ സെക്ടറാട്ടോ. ഇന്നലെ പോയി മേടിച്ചിട്ടുള്ളൂ, കുഴപ്പമൊന്നുമില്ല. ആദ്യം മേടിച്ച് വെച്ചിട്ട് ഗിൽറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ യൂണിഫോത്തിലേക്ക് ബ്ലാക്ക് യൂണിഫോം ആയതുകൊണ്ട് അതിലേക്ക് ഇങ്ങനെ ഗിൽറ്റ് പിടിച്ചിരിക്കണം. അപ്പോൾ എനിക്ക് എന്തോ പോലെയായിരുന്നു അസ്വസ്ഥത. ഇങ്ങനെ പട്ടിയുടെ പൂടിയൊക്കെ പിടിച്ചിരിക്കണ പോലെ ഇങ്ങനെ ഇരിക്കും. അതാണ് പറഞ്ഞാൽ എനിക്കത് വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ ഇതെടുത്തു. പിന്നെ ഞാൻ ചോറെല്ലാം പാക്ക് ചെയ്ത്, ഞങ്ങൾ ചോറുണ്ടാക്കി കൊണ്ടുപോകണമല്ലോ. അപ്പോൾ ചോറെല്ലാം പാക്ക് ചെയ്തു. അപ്പോൾ ത്രിജു പറഞ്ഞു വൈകുന്നേരം കഴിക്കാനായിട്ടുള്ള പലഹാരങ്ങൾ. അപ്പോൾ ഞങ്ങൾ പലഹാരമൊക്കെ എടുത്ത് വെച്ച് നുറുക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വൈകുന്നേരം അവിടെ ചെല്ലുമ്പോൾ കാപ്പി ഉണ്ടാക്കി കുടിക്കും. അപ്പോൾ അതിനുള്ള സാധനങ്ങൾ എടുത്ത് വെച്ചു, ഉപ്പെടുത്ത് വെച്ചു. ഞാൻ പഴങ്കഞ്ഞിയാണ് കുടിക്കുന്നത്. ഞാൻ പഴങ്കഞ്ഞി കുടിച്ചു. എനിക്ക് രാവിലെ ചോറുണ്ടാകലാണ് എനിക്ക് പറ്റുള്ളൂ. ഷുഗറൊക്കെ ഉണ്ട്, എന്നാലും എനിക്ക് ചോറ് വേണം. ധൃജി പോവാന്ന് പറഞ്ഞ് പോയി പൂട്ടി ഇറങ്ങി. ഞാനും ഇറങ്ങി. പിന്നെ ഡ്രസ്സൊക്കെ മാറി ഞാനും ഇറങ്ങി. നല്ല തണുപ്പുണ്ടായിരുന്നു, കാലിന് വേദനയൊക്കെ തുടങ്ങിയല്ലോ. അത് കാരണം നല്ല തണുപ്പായിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. കുഴപ്പമൊന്നുമില്ല. എന്നാലും അമ്മേ നല്ല മഞ്ഞ. അങ്ങനെ ക്ലിനിക്ക് എത്താറായി. ക്ലിനിക്ക് വന്നു, മേലെ കയറി റെസ്റ്റ് റൂമിൻ്റെ അവിടെ വന്നു. അത് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ തൊട്ട് ഫ്രണ്ടിൽ പാർക്കൊക്കെ ഉണ്ട്. നമ്മുടെ റൂമിൻ്റെ അവിടെ തൊട്ട് ഫ്രണ്ട് പാർക്കുണ്ട്. പിന്നെ ക്ലിനിക്കിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ പാർക്കുണ്ട്. ഓരോരുത്തരും അതിൽ കൂടെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇന്നലെ ചെയ്ത ട്രീറ്റ്മെൻറ്റ് 2 ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ എൻ്റെ ഉണ്ടായിരുന്നു, അവൻ്റെ ഉണ്ടായിരുന്നു. അതൊന്നും എഴുതിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഓരോന്ന് നമ്മളിപ്പോൾ ഒരു സാധനം എടുക്കണതിൻ്റെ കണക്ക് കാര്യങ്ങളൊക്കെ എഴുതണം. അപ്പം ഞാൻ എൻ്റെ എഴുതി, അവൻ്റെ എഴുതി. ഇന്ന് രാവിലത്തെ അവന് വർക്ക് ഉണ്ടായിരുന്നില്ല, അപ്പോൾ രാവിലത്തെ അവൻ എഴുതിയിട്ടുണ്ടായിരുന്നില്ല. അത് നല്ല തണുപ്പ് തുടങ്ങി, നമുക്ക് സഹിക്കാൻ പറ്റുന്നു. ഇനി ഇതിലും കൂടുതൽ തണുപ്പ് ഇനി വരാൻ പോകുമെന്നൊക്കെ പറയണ കേട്ടു. ഇപ്പോൾ നവംബർ പാതിയായില്ലേ, ഇനിയിപ്പോൾ കുറച്ചുകൂടി കഴിയുമ്പോഴത്തേനും, ഇപ്പം തന്നെ തണുപ്പ് നന്നായിട്ടിരും, കുറച്ചുകൂടി കഴിയുമ്പോഴത്തേനും തണുപ്പ് നന്നായി കൂടി വരും. ഡിസംബർ നല്ല തണുപ്പായിരിക്കും. ഡിസംബർ ജനുവരിയിൽ നല്ല തണുപ്പായിരിക്കും എന്നാണ് പറഞ്ഞു കേട്ടെ. ഇപ്പം തന്നെ കാലിന് ചെറിയ വേദനയൊക്കെ വന്നു തുടങ്ങി. തണുപ്പിൻ്റെ മറ്റേ സോക്സ് ഇട്ടിട്ടുണ്ട്, എന്നാൽ പോലും കാലിൻ്റെ തുടയ്ക്കൊക്കെ ഭയങ്കരമായിട്ടൊരു വേദനയൊക്കെ വന്നു തുടങ്ങി. കുഴപ്പമില്ല. പിന്നെ വർക്കങ്ങനെ അധികം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇരിക്കുന്നു. ധൃജിക്ക് വർക്കുണ്ട്, രാവിലെ 2 വർക്കുണ്ട്, എനിക്കൊരു വർക്കുണ്ട്. പക്ഷെ കണ്ടിന്യൂ ആയിട്ട് വർക്കില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ ഇന്ന് മൊത്തത്തിലെടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ചെറിയ ചെറിയ ക്ലിപ്സായിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ സ്റ്റാൻഡൊക്കെ പോയായിരുന്നു, അത് കാരണം പിന്നെ ഇനി പുതിയ സ്റ്റാൻഡൊക്കെ നോക്കണം മൊബൈൽ വയ്ക്കാനായിട്ട്. അടുത്ത മാസം ഡൽഹി പോകുമ്പോൾ സ്റ്റാൻഡ് കിട്ടും. മേടിക്കാൻ പറ്റുവാണെങ്കിൽ, റേറ്റ് കുറഞ്ഞ് കിട്ടുവാണെങ്കിൽ എനിക്ക് മേടിക്കണം. പിന്നെ നല്ല ഒത്തിരി വീഡിയോസ് എനിക്ക് ഇടാൻ പറ്റുന്നില്ല. കാരണം ഇവിടെ വരണം, രാവിലെ എഴുന്നേറ്റ് വരണം, വൈകിട്ട് പോകണം, കുളി ചോറും കറിയും ഉണ്ടാക്കണത് ഇവിടെ വന്നിട്ട് ഈ ഇരിപ്പും തന്നെയുള്ളൂ. എൻ്റെ അടുക്ക് പുറത്ത് അങ്ങനെയൊന്നും പോകുന്നില്ല. ഓഫിൻ്റെ അന്ന് ഡ്രസ് മാളിൽ ഇങ്ങനെ സെക്ടറൊക്കെ വാങ്ങാനായിട്ട് അങ്ങനെ പോയതുള്ളൂ. പിന്നെ അങ്ങനെ വലിയ പോയിട്ടില്ല. ഇനി ഡിസംബറിൽ ക്രിസ്മസിൻ്റെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ഓർക്കുന്നു. പിന്നെ പുൽക്കൂട് കെട്ടണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പുൽക്കൂട് കെട്ടാൻ പറ്റുമെന്ന് അറിയില്ല. ഉണിസെറ്റൊക്കെ ഇവിടെ കിട്ടുമെന്നൊക്കെ പറഞ്ഞു കേട്ടു. പിന്നെ ക്രിസ്മസിൻ്റെ അന്ന് 25-ാം തീയതി 26-ാം തീയതി ഇവിടെ ഓഫുണ്ട്. 25-ാം തീയതി വീക്കിൽ ഓഫ് മറ്റേ ചെക്ക് ഓഫ് എടുക്കണം. പിന്നെ 26-ാം തീയതി ഞങ്ങളുടെ വ്യാഴാഴ്ച എല്ലാവർക്കും കൂടെ പൊതുവേ ഓഫാണ്. പൊതുവേ എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഈ സ്ഥാപനത്തിന് മാത്രം. അപ്പോൾ അങ്ങനെ 2 ഓഫ് അടുപ്പിച്ച് കിട്ടും. അപ്പം അന്നേരം ഡൽഹിയിൽ പോകണമെന്ന് ഓർത്തിരിക്കുന്നു. പിന്നെ പറ്റുകയാണെങ്കിൽ വേറൊരു സ്ഥലത്ത് പോകാൻ സർപ്രൈസാണെന്ന് പറയാം. ഇടുമ്പോൾ കാണിച്ചു തരാം. പോവുകയാണെങ്കിൽ, പോകാൻ പറ്റിയില്ലെങ്കിൽ എവിടെ പോകാൻ ഉദ്ദേശിച്ചെന്നോട് പറയാം കേട്ടോ. പിന്നെ രാവിലെ വീട്ടിലേക്ക് വിളിച്ചു, കൊച്ചെഴുന്നേറ്റിട്ടില്ല. പിന്നെ കൊച്ചിന് മേടിച്ച സാധനങ്ങളൊക്കെ ഇടിപ്പിച്ചു. അപ്പോൾ അത് വീഡിയോ അവരെടുത്തിട്ടുണ്ട്. അയച്ചു തരുമ്പോൾ ഞാനെടുത്ത് ഇടാം. അവൻ്റെ ചെരുപ്പിലേക്ക് എന്നുള്ള സൗണ്ട് ആയതുകൊണ്ട് അതിങ്ങനെ ഇട്ടിട്ട് ചാടി നടക്കുമോ എന്നൊക്കെ പറഞ്ഞു കേട്ടു. അപ്പോൾ കൊച്ചിനെ കാണാനുള്ള കൊതിയൊക്കെ ഉണ്ട്. പിന്നെ സാഹചര്യം കൊണ്ട് നമ്മളിങ്ങനെ പോകുന്നു.
ഇനി മാർച്ചിൽ പോകണം. മാർച്ചിൽ കൊച്ചിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ മാർച്ചിൽ പോകണം, ബർത്ത്ഡേ ആഘോഷിക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു. പിന്നെ എപ്പോഴും വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്. അത് കാരണം ആ ഒരു ഇത് വരുന്നില്ല. ഒരു എന്നാൽ പോലും അവനവിടെ കിടന്ന് കളിക്കുമ്പോഴൊക്കെ നമുക്കൊരു അടുത്തില്ലല്ലോ അങ്ങനത്തെ ഒരു ഫീലിംഗ് ആണ്. കാണാൻ കൊതിയൊക്കെ ഉണ്ട്. ഇങ്ങനെ പോകും. പിന്നെ അമ്മ നന്നായി നോക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളില്ലെങ്കിൽ അവന് കുഴപ്പമൊന്നുമില്ല. അമ്മേനെ മാത്രം മതി. അമ്മയുടെ കയ്യിൽ നിന്ന് വേറൊരാളുടെ കയ്യിലേക്ക് അവന് പോകാൻ തന്നെ 1 മിനിറ്റ് 2 കഴിയുമ്പോൾ വീണ്ടും നമ്മളെ തള്ളി ഇങ്ങനെ കൊണ്ടുപോകും. അമ്മയുടെ അടുത്ത് വരെ എത്തിക്കും. അമ്മയോട് എടുക്കാൻ പറയും. എത്തി അങ്ങനെ പറയണം. എത്തി നല്ല രസമൊക്കെ പറയണ കേൾക്കാൻ. കുറച്ച് വാക്കുകളൊക്കെ പറഞ്ഞു തുടങ്ങി. കാണാൻ കൊതിയാവുന്നുണ്ട്. ഇത് കുറച്ച് ദിവസം ഉള്ളൂ. കുറച്ച് ദിവസം തന്നെ 2-3 മാസം ഉള്ളൂ. നമ്മളിപ്പോൾ ഈ 2-3 മാസം ഈ ഒരു 3 മാസം കഴിഞ്ഞ് അങ്ങനെ ചെയ്യുമ്പോൾ ഒത്തിരി ഇതായിട്ട് തോന്നും ദിവസങ്ങളിൽ. അപ്പോൾ ഞാൻ ചിന്തിക്കണേ അടുത്ത മാസം ഡിസംബർ ക്രിസ്മസ്. അപ്പോൾ ക്രിസ്മസിന് ദൈവമേ 1 മാസം കഴിഞ്ഞ് ക്രിസ്മസ് ആയാലും ആ ഒരു സന്തോഷത്തിൽ. അത് കഴിയുമ്പോഴത്തേനും 25-ാം തീയതി ആയിരുന്നല്ലോ. അപ്പോൾ കഴിയുമ്പോഴത്തേനും വെറും 30 ദിവസം അല്ല വെറും 5 ദിവസം കൊണ്ട് ആ ഒരു ഇതൊക്കെ ആ മാസം കഴിയും. പിന്നെ ഡിസംബർ ജനുവരി ഫെബ്രുവരി പിന്നെ ഇനി ഒരു 2 മാസം കൂടെ ഉള്ളൂ. പെട്ടെന്ന് പൊക്കോളും. ആ ഒരു ചിന്തയിലും കിടത്തി വിടുമ്പോൾ പെട്ടെന്ന് പോകും. പിന്നെ മാർച്ച് 10 ആകുമ്പോഴത്തേനും നാട്ടിൽ പോകും. അങ്ങനെ ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് മാസം കിടന്നു. അയ്യോ ഇനി അല്ലാതെ നമ്മൾ കയ്യിൽ എണ്ണിപ്പറക്കി എടുക്കുമ്പോൾ ഒത്തിരി ദിവസമുള്ളത് കുറച്ച് ദൂരമുള്ളത് പോലൊക്കെ ഒരു ഫീലിങ്. പിന്നെ എന്താണ് പ്രത്യേകിച്ച് അങ്ങനെ വേറെ ഒന്നുമില്ല. ഇനി അവൻ വന്നിട്ടുള്ളതും ഇനി എന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കണതൊക്കെ ഉണ്ടാവുള്ളൂ. ഫുഡ് കഴിക്കണത് വൈകുന്നേരം അവൻ മാളിൽ പോകുന്നു, ഇവിടെ പോകുന്നുണ്ട്, മാർക്കറ്റിൽ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ പോകുന്നില്ല. കാരണം എന്നാന്ന് വെച്ചാൽ അരി വാങ്ങാൻ പോണതാണ്. അപ്പോൾ ആ ഒരു പോക്കിന് ഒരാൾക്ക് 20 രൂപയാണ് ഓട്ടക്കൂലി. എന്തിനാ ഇപ്പോൾ 2 രൂപ അരി മാത്രം വാങ്ങാൻ, വേറെ സാധനങ്ങളൊന്നും മേടിക്കാനില്ല. ഈ അരി മാത്രം മേടിക്കാൻ 2 രൂപ 2 രൂപ കൂടി 40 രൂപ അങ്ങോട്ട് 40 രൂപ ഇങ്ങോട്ട് 80 രൂപ. ഇതാകുമ്പോൾ വെറും 40 രൂപ ലാഭിക്കാം. വെറുതെ എന്തിനാ അത്ര ദൂരം മാത്രം പോകണേന്ന് വെച്ചാൽ ധൃതി മാത്രമേ പോകുന്നുള്ളൂ. ഞാൻ പോകുന്നില്ല. ഞാൻ റൂമിലേക്കും പോകും. ഇവിടെ അടുത്ത് തന്നെയാണ് റൂം. ഞാൻ റൂമിലേക്കും പോകും. അവൻ പോയിട്ട് പെട്ടെന്നുള്ള വെറുതെ നമ്മൾ 40 രൂപയ്ക്ക് 40 രൂപ ലാഭിക്കാമല്ലോ. പിന്നെ ഒത്തിരി ലാഭിഷമായിട്ടുള്ളൊരു ഇതൊന്നുമില്ല. ഒതുക്കി നിൽക്കുന്നു. പെട്ടെന്ന് തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ചിലവ് ചുരുക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ എന്താ ബാക്കി വഴികേക്കാണ്. ഞങ്ങൾ വർക്കൊക്കെ കഴിഞ്ഞിങ്ങനെ വന്നിരിക്കുകയാണ്. നേരെ വെച്ച് കിടക്കാം. വരെ കിടപ്പാ. വർക്ക് കഴിഞ്ഞോന്ന് കിടക്കും. ഉറക്കം തീറ്റ. ഇന്ന് വീട്ടിലേക്കുള്ള മാത്രം ചേച്ചി ഉറങ്ങിയിട്ടില്ല. ഇല്ലെങ്കിൽ രാവിലെ വന്നു കഴിഞ്ഞാൽ ഒറ്റക്കെടുത്തും ഉറക്കാണ്. ക്യാമറയ്ക്ക് എന്തോ ഉച്ചയാകുമ്പോഴേക്കും ഭക്ഷണം കഴിക്കും, വീണ്ടും ഉറങ്ങും. അതാണ് ചേച്ചിന്റെ പ്രോട്ടോകോൾ. ഇതിന്റെ ഇപ്പൊ ആരും കിടക്കണ ഞാനിപ്പോ കിടന്നു 2 മിനിറ്റ് കിടന്നിട്ട് തള്ളയാണിത്. അത് മനസ്സിലായി. മനപ്പൂർവല്ല, സീരിയസല്ല. ആ മുടിയുടെ ഇത് കുത്തി കണ്ടിട്ടാണ് അത് ചെത്തി ഇതാക്കിയിട്ടൊക്കെ ഇപ്പൊ ബോധോടെ കിടക്ക്. ഇവിടെ എന്തോ ഒരു ചൊറിച്ചില്ല. മുടി വെട്ടിയതല്ലേ സെറ്റപ്പ്. ഇച്ചിരി വൃത്തിയൊക്കെ വെച്ച് നിനക്ക് വൃത്തിയില്ലല്ലോ. ആ സൈഡിൽ വെച്ച് അയ്യോ ത്രിജിക്ക് നോമ്പാണ്. എത്ര ദിവസത്തെ? 10 ദിവസത്തെ നോമ്പ്. എനിക്ക് ക്രിസ്മസിന് എടുക്കണമെന്ന് വിചാരിച്ചിരിക്കണം. നോമ്പെല്ലാം എടുക്കാറുണ്ട്.
കറുപ്പ് ഇപ്പോഴും പോയിട്ടില്ല, മഞ്ഞ ഇപ്പോഴും പോയിട്ടില്ല, കാല് നല്ല പെണ്ണോ. എത്ര മാസം വെള്ളം ചെയ്തു. ഞങ്ങൾ കാലിൽ ഗ്ലൗസ് സോക്സ് ഇട്ട് കാലിൽ സോക്സ് ഒക്കെ ഇട്ട് ഞങ്ങൾ ഇപ്പം ശരിക്കും നഗരസഭയിലെ ചേച്ചിമാർ കളിയാക്കിയതല്ല കേട്ടോ തോന്നുന്നത്. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഇനിയിപ്പോൾ കുറച്ചിരിക്കും, ഗെയിം കളിക്കും, പേഷ്യൻ്റ് വന്നാൽ ചെയ്യും, വന്നില്ലെങ്കിൽ കിടന്നുറങ്ങണം. ഉച്ചയ്ക്ക് ഉറങ്ങി കഴിഞ്ഞാൽ ഇച്ചിരി 5:30 6 മണിയാകുമ്പോൾ എണീക്കും. 5:30 6 മണി. പിന്നെ ഇന്ന് രാവിലെ കിടന്നുറങ്ങി, ഉച്ചയ്ക്ക് കിടന്നുറങ്ങിയിട്ടില്ല. എൻ്റെ ഉച്ച ഞാൻ കിടന്നുറങ്ങിയില്ല, ഉച്ചയിൽ ഉറങ്ങിയില്ല, ഞാൻ രാവിലെ കിടന്നുറങ്ങി. രാവിലെ 10 മണി രാവിലെ ഉറങ്ങിയിട്ടില്ല, ഉച്ചയിൽ ഞാൻ ഉറങ്ങിയിട്ടില്ലാന്നേ. ഉച്ചയിൽ അവിടെ വന്ന് മൊബൈലിൽ സിനിമ നസ്രിയുടെ അത് കണ്ടുകൊണ്ടിരുന്നു. ഡോക്ടറോട് ഞാൻ പറഞ്ഞില്ലേ രാവിലെ ഞാൻ വന്ന എപ്പോഴാണ് കിടന്നുറങ്ങിയത്. കൈ കുത്തിട്ടുണ്ടോ? നിൽക്കല്ലായിരുന്നു പണി. എൻ്റെ ട്രീറ്റ്മെൻറ്റ് ഓർമ്മോ? ഒരെണ്ണം കഴിഞ്ഞിട്ടോ അങ്ങനെ പറ. അങ്ങനെ പറയാം. ഇപ്പോഴല്ലേ, ഇന്നലെ ഒരു വർക്കല്ലേ വന്നത് നിനക്ക്? ഒരാൾ വരുമ്പോഴത്തേന് തിരിച്ചിട്ട് പ്രാക്ക ആരും വരില്ലേ? നീ പ്രാക്കില്ല. എനിക്ക് വന്നാ വന്നില്ല വന്നില്ല. പക്ഷെ എത്ര വയ്യെങ്കിലും വർക്കൊന്നും കഴിക്കുന്ന സമയം കഴിഞ്ഞിട്ട് 2 മണിക്ക് വർക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു. കുറച്ച് ഒരാളുണ്ടെന്ന് നമുക്കൊരു ഒരു മസാജ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ നീ എന്നെ കിടന്ന് പറഞ്ഞേ നീ ചെയ്യാന്ന് പറഞ്ഞേ. അതെ ഏതാ വന്നേ? പിന്നെ ട്രീറ്റ്മെന്റ് റൂം ക്ലീൻ ഒന്നും അല്ല, അക്കിയൊന്നും വന്നിട്ടില്ല. ഞാൻ ക്ലീൻ ചെയ്യില്ല, വന്നു കഴിഞ്ഞാലാണ് ഞാൻ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഞാൻ പേഷ്യൻസിന് ചെയ്യില്ല. ഞാൻ പറഞ്ഞു ത്രിജി ഇപ്പം അക്കിയില്ലെങ്കിൽ എന്നെ ചെയ്യണം, നമ്മൾ തന്നെ ചെയ്യേണ്ട ചെയ്തിട്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ ത്രിജി ഒന്നുമില്ല ഞാൻ ചെയ്യില്ല, ഇവിടെ ആളാക്കിയിട്ടെന്ന് പറഞ്ഞു. വന്നിട്ടില്ല, അവർ വന്നിട്ട് അവർ വരുന്നത് വരെ നമ്മൾ എങ്ങനെ നോക്കിയിരിക്കണം. അപ്പോൾ അത് തുടച്ചിട്ട് എങ്ങനെയാണല്ലോ സ്റ്റീം ബോക്സ് തുടച്ചിട്ട്. പക്ഷെ അവർ മസാജിന് വന്നില്ല കേട്ടോ. ഞാൻ ഇങ്ങനെ ജസ്റ്റ് കണ്ടത്തിന് പറഞ്ഞത്തിന് തിരിച്ചിട്ട് തുടങ്ങി. അപ്പോൾ ഒന്ന് കിടന്നോളൂ കണ്ടത് കഴിഞ്ഞ്. അതൊന്നും ഞാൻ പറഞ്ഞില്ല, തള്ളി മറക്കണ്ട. അതെ 2 കാര്യം പറഞ്ഞ തള്ളിനെ കൂട്ടിന് ഇടും. 2 കാര്യം കുറച്ച് മേക്കപ്പ് കൂടി കിട്ടും വാങ്ങിയിട്ടുണ്ട്. അത് ഇതിട്ടിട്ടായിരിക്കും നല്ല മുഖത്ത്, അതല്ല ഇതിട്ടതിൻ്റെ ഒരു പ്രകാശം മഞ്ഞായിരിക്കും. ഞങ്ങൾക്ക് കസാരയൊക്കെ കണ്ടിട്ടിരിക്കുന്നു. കിടക്കാൻ പറ്റില്ല ചേട്ടൻ. അതാ ചേട്ടൻ ചേച്ചി ചോദിച്ചു വെച്ചോട്ടെ. പായല്ല പായ പായ പായല്ല പായ പായ ഞാൻ പറഞ്ഞു. അല്ല നിങ്ങൾ ഭക്ഷണത്തിനൊക്കെ ഭക്ഷണം എന്തൊന്നും ഭാവ അറിയില്ലോ. ഭാഷയ്ക്ക് ഭാഷ എന്ന് പറയുന്നത് അതന്നെ. അത് നിങ്ങളുടെ നാട്ടില്, ഞാനല്ല. നിങ്ങളുടെ നാട്ടില് ഇവന്റെ നാട്ടില് കുഴപ്പമില്ല. പിന്നെ വാഴയ്ക്കും മായ വാഴയ്ക്കും മായ. ആര് പറഞ്ഞു? അത് നീ പറയണത്. പിന്നെ പിന്നെ എന്തൊക്കെയാ ഇവരുടെ നാട്ടില്? നിങ്ങൾ ഈ മച്ചിങ്ങയ്ക്ക് എന്നാ പറയണേ? ഇപ്പൊ എല്ലാ മച്ചിങ്ങ തെങ്ങിന്റെ ആ കുഞ്ഞിക്കേക്ക് പേരയ്ക്ക പിഞ്ച് പേരയ്ക്കോ അടയ്ക്കാപ്പഴല്ല, വേറൊരു പേരോട് പറയില്ലോ, വേറൊരു പേരോ. പിന്നെ വാഴയുടെ മറ്റേ കൊടപ്പനം അല്ല മണിത്തട്ടോ മാണിത്തട്ടേ പലയിടത്തും നല്ലതല്ലേ. പക്ഷെ എനിക്കറിയുമ്പോൾ ഞാൻ ചെയ്തിട്ട് ഇവരത് പിന്നെ എന്താ പറയുക
എന്നാ ശരി, ഇനി പിന്നെ ബാക്കിയായിട്ട് പിന്നെ അടിയല്ല, വീട്ടിൽ നിന്ന് വിളിക്കുന്നുണ്ട്, വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്. ശരിയല്ല, എന്നെ മുടി 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 എവിടെ വീട്ടിൽ പോയിന്? ഞങ്ങൾ ഇറങ്ങി ഗേസ്. തണുപ്പുണ്ടോ? മഞ്ഞുണ്ടോ? ഓ മഞ്ഞുണ്ട്. ആ ശരിയാ, മഞ്ഞുണ്ട്. പോവാ, ഡ്യൂട്ടി കഴിഞ്ഞ് ഉറക്കം കഴിഞ്ഞ് പോവാ. അങ്ങനെ അടുത്ത വർഷത്തിലേക്ക് കിടക്കാൻ വേണ്ടി പിന്നെ റൂമിലേക്ക് കയറാൻ പോയി. അവർക്ക് കഴിഞ്ഞിട്ടുള്ള ക്ഷീണിച്ച മുഖം കാണട്ടെ. സത്യം പറഞ്ഞാൽ രാവിലത്തെ വർക്ക് കഴിഞ്ഞ പിന്നെ നമ്മൾ ഉറക്കം തീറ്റ പിന്നെ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ റൂമിലേക്ക് വരാൻ സമയമാവും. റൂമിലേക്ക് വന്ന് വർക്കുള്ളപ്പോൾ നല്ല വർക്കുണ്ട്, ഇത് വർക്കില്ലാത്തതുകൊണ്ടോ. പക്ഷേ ഇവിടേക്ക് ആയതുകൊണ്ടാട്ടോ ഇവർ ഉറങ്ങാൻ സമ്മതിക്കണം. വേറെ വീട്ടിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഉറങ്ങാൻ സമ്മതിക്കില്ലല്ലോ. ഇവർക്ക് അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. തിന്ന് വണ്ണം വെക്കണേ അല്ലാന്ന് എനിക്ക് തോന്നുന്നു. ഉറങ്ങി വണ്ണം വെക്കണത് ഇതൊക്കെ. റൂം എത്തി തണുക്കുക. റൂമിൽ ചിലപ്പോൾ തണുപ്പായിരിക്കും, ജനറച്ചില്ലല്ലോ. കോൻ ആരാന്ന് അല്ലേ? ലൈറ്റില്ല. റൂമെത്തി കേസ്. നല്ല തണുപ്പുണ്ട്. ഇന്നാണ് ശരിക്കും ഒരു തണുപ്പിൻ്റെ ഇത് വന്നേക്കണം. ഇച്ചിരി ചായ ഉണ്ടാക്കി എന്നിട്ട് പോവോ പ്ലീസ്? അപ്പച്ചൻ്റെ ഇവിടെ എത്തുവേ. തിരിച്ച് ഞങ്ങളിവിടെ എത്തി. ചെറിയ അരി വാങ്ങാൻ പോവാ ഗേസ്. ചിന്നപ്പിക്ക് പാത്രം കഴുകിയിട്ട് ഞാൻ കിടക്കാൻ പോവാ. ഉച്ചക്ക് 1 മണിക്കാണ് കിടന്നിട്ട് എപ്പോഴും വേണ്ടിട്ടത് 5:30. 1 മണിക്ക് കിടന്നത് ആരാ ചേർന്നേ? 1 മണിക്ക് കിടന്നു. അത്ര മണിക്കൂറൊന്നും ഉറങ്ങിയില്ല. 1:30 ഉറങ്ങിയിട്ട് ഞങ്ങൾ ഉപ്പിട്ടില്ല. പോയിട്ട് ഇങ്ങോട്ട് തന്നെ വന്നോട്ടോ. ബംഗാളി കുട്ടിയാ ചേരും ചെല്ല്. എനിക്ക് ആരും വേണ്ട. പോയി അങ്ങനെ പോയി. ഞങ്ങൾ കുറച്ച് നേരം ചുമ്മാ ഡ്രസ്സൊക്കെ ഇട്ട് മറ്റേ തണുപ്പുണ്ട് തിളക്കാൻ. ആ ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ കിടക്ക്. കുറച്ച് നേരം ഇവിടെ കിടക്കും. ചായ ഉണ്ടാക്കണം, ചോറ് ചൂടാക്കണം, എല്ലാം ചൂടാക്കാൻ മാത്രമേ ഉള്ളൂ, വേറെ പണിയൊന്നുമില്ല. പിന്നെ രാത്രി ചോറിന് ആ ഒരു പണി മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് കേക്ക് കളിക്കും. പ്രത്യേകിച്ച് വേറെ പണിയൊന്നുമില്ല ഇനി. ഓക്കെ, ബൈ ബൈ. ഒത്തിരി പാത്രങ്ങളുണ്ട്. ചോറ് എവിടെയാ? ഓ വീട്ടിലെ കാശി നിങ്ങൾ പാത്രം കേട്ടോ. ഇത് ആരാ? നീയാണോട് പാത്രം കഴിക്കൊണ്ടിരുന്നത് രാവിലെ? എവിടെ 2 ദിവസമായിട്ട് എവിടെയാ അവർ അരക്കുന്നതിന് കാണുന്നില്ല. കുറച്ച് ദിവസമായിട്ട് ആര് തിന്ന പാത്രം? ആ നീട്ടിന്റെ ബാറ്റർ
മൊബൈലിൽ കാണുന്ന കളറല്ലല്ലോ ശരിക്കും. നോക്ക്. എനിക്ക് ഭയങ്കര വണ്ണം. ഹായ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. പ്രത്യേകിച്ച് അങ്ങനെ ഡേ മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ കാണിക്കാനായിട്ട് ആകെ നമ്മളെന്താ ചോറുണ്ടാക്കുക, കറി ഉണ്ടാക്കുക, ഉണ്ണണ കാണിച്ചില്ല. അതെല്ലാം ചുമ്മാ അവിടെ രാത്രിയിൽ കാണിച്ചോളൂ. പിന്നെ എന്താണ് പ്രത്യേകിച്ച് ഡേ മൈ ലൈഫിലൊന്നും നടക്കുന്നില്ല. ജോലി അങ്ങനെ പോയതുകൊണ്ട് അവിടെ നിന്നിട്ട് ഒന്നും ചെയ്യണം അങ്ങനെയൊന്നുമില്ലല്ലോ. അപ്പം പിന്നെ എന്തോ പറയാവുന്ന പിന്നെ എന്താ എന്നും വ്ലോഗ് ഇടാനായിട്ട് നമുക്കിത് പറ്റണില്ല. ഇനി നമുക്ക് എന്തെങ്കിലും എവിടെയെങ്കിലും പോവുക അങ്ങനെയൊക്കെ വരുമ്പോഴായിരിക്കും ഞങ്ങൾ വീഡിയോസ് ഇടുള്ളൂ. പിന്നെ ചെറിയ ഷോർട്സ് വീഡിയോസ് ഇല്ലേ അങ്ങനത്തെ ഇത്. പിന്നെ എന്നാടാ നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. എൻ്റെ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്, പ്ലാനിങ് ഉള്ളൂ. ഞാൻ പറഞ്ഞായിരുന്നു എവിടെ പോണേന്നല്ല പറഞ്ഞില്ല. എൻ്റെ പ്ലാനിങ് വരുന്നുണ്ട്. പിന്നെ ഇവന് ചെറിയ മടിയുണ്ട്. ആദ്യത്തെ നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു ഇൻട്രസ്റ്റ് ഇപ്പം ഇല്ല. ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. വീണ്ടും പതുക്കെ പൊടിത്തട്ടി എടുക്കുന്നു. എടുക്കുന്നു. പിന്നെ എന്നാ ഇപ്പോൾ ഓരോ സ്ഥലത്ത് ജോലിക്ക് ഇങ്ങനെ മാറി ഇങ്ങനെ നടക്കുവാണ്. ഇനി നാട്ടിൽ പോയിട്ട് നോക്കട്ടെ. അടുത്തിപ്പോൾ വേറെ എവിടേക്ക് മാറുന്നില്ല. ഓരോ സ്ഥലത്തു നിന്ന് ഇങ്ങനെ മാറുന്നത് ഓരോ പ്രശ്നങ്ങൾ അങ്ങനെ ഓരോ ഇത് കാരണമൊക്കെയാണ്. നമുക്ക് ചിലയിടത്ത് പോകുമ്പോൾ ഇഷ്ടപ്പെടുന്ന അവരുടെ ക്യാരക്ടർ ഇഷ്ടപ്പെടുന്നില്ല. ഡോക്ടേഴ്സിൻ്റെ ആണെങ്കിലും തീരെ ഇഷ്ടപ്പെടുന്നില്ല. അപ്പം അങ്ങനെ മാറുന്നതാണ്. അതിൻ്റെ ഒരു വ്ലോഗ് ഞാൻ വരുന്നുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. അതിൻ്റെ ഒരു വ്ലോഗ് വരുന്നുണ്ട്. കാരണം നമുക്ക് മനസ്സിന് ഒത്തിരി ഒരു സങ്കടം വരുന്ന രീതിയിലും നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങളും പിന്നെ എന്നാ മലയാളികൾ എന്നെയായിട്ട് ഇങ്ങനെ ചെയ്യുന്നതും എന്താ പറയണ്ടെന്ന് അറിയില്ല. തൊഴുത്തുകുത്ത് പറയാൻ പറ്റില്ല, പിന്നീന്ന് കുത്തുന്ന് പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സ്വഭാവമുള്ള മലയാളികൾ അവിടെ ആകെ ഒരു ഹിന്ദിക്കാരനുള്ളൂ. പിന്നെ റിസപ്ഷൻ അതൊക്കെ കാരണം ഇങ്ങനെ മാറി നടക്കണം. ഇവിടെ ഇപ്പോൾ നമുക്കൊരു കുഴപ്പമില്ല. ഇവിടെ നമ്മൾ ഹാപ്പിയാണ്. വേറെ ആൾക്കാരില്ല മലയാളം. നമുക്ക് ഡോക്ടർ അതിലും പഞ്ച പോവാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ മാനേജറുണ്ട്, ആളും കുഴപ്പമൊന്നുമില്ല. ആള് വന്നിരിക്കും, പോകും. ഇവിടെ പണി ഞങ്ങൾക്ക് പണിയുണ്ടോ എന്ന് വെച്ചാൽ പണിയുണ്ട്, പണിയില്ലേന്ന് വെച്ചാൽ പണിയില്ല. വരുമ്പോൾ ഒരുമിച്ച് കയറി വരും, ഇല്ലെങ്കിൽ ഇല്ല. ഇന്നത്തെ ഒരു ഡേ മൈ ലൈഫ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, സബ്സ്ക്രൈബ് ചെയ്യുക. പറഞ്ഞോ സബ്സ്ക്രൈബ്. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.